അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോഴും ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടി വന്നത് ഇതാ ഡൽഹി പോലീസ് ആയിരക്കണക്കിന് പോലീസിനെ അണിനിരത്തി 300ഓളം വരുന്ന ഇന്ത്യ ബ്ലോക്ക് എംപിമാരെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി അടക്കം പ്രിയങ്ക ഗാന്ധി അടക്കം മല്ലികാർജ്ജുൻ ഖാർഗെ അതുപോലെ അഖിലേഷ് സിംഗ് യാദവ് ഉൾപ്പെടെയുള്ള ശരത് പവാർ അടക്കമുള്ള TR ബാലു അടക്കമുള്ള ഇന്ത്യ ബ്ലോക്കിലെ എല്ലാ നേതാക്കന്മാരെയും ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ജനാധിപത്യം ഇവിടെയും അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യമാണ്. പ്രതിപക്ഷ നേതാക്കന്മാർക്ക് നടക്കുവാൻ പോലും സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷനിൽ പോയി പരാതി പറയാൻ പോലും അവസരം നൽകുന്നില്ല. ലോക്സഭയിലെയും രാജ്യസഭയിലെയും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ എംപിമാർ അവർക്ക് പോലും പാർലമെന്റ് സ്ട്രീറ്റിലൂടെ നടന്നു പോകാൻ അവസരം കൊടുക്കാത്ത ജനാധിപത്യത്തിന്റെ കറുത്ത നാളുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാർലമെന്റിനകത്തും പുറത്തുമുള്ള ഇന്ത്യ സഖ്യത്തിന്റെ അതിശക്തമായ പോരാട്ടം SIR-നെതിരായി, വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരായി ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകപക്ഷീയമായ നടപടികൾ, കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെയും BJPയെ സഹായിക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ലംഘനം, വോട്ടർ പട്ടിക അട്ടിമറിക്കെതിരായുള്ള അതിശക്തമായ വികാരമാണ് ഇവിടെ ഇന്ന് പ്രകടമാകുന്നത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയുള്ള നാളുകളിൽ ലോകത്തെ ഇന്ത്യയിലെ ഒട്ടാകെയുള്ള എല്ലാ ജില്ലകളിലും അഖിലേഷ് യാദവ് സംസാരിക്കുകയാണ്. അഖിലേഷ് യാദവ് അവിടെ ഉണ്ട്, ഡറക് ഉബ്രിയാൻ അവിടെ ഉണ്ട്. तो बैठे ना अभी तो और इंतजार करेंगे और फिर दोबारा आंदोलन करेंगे. हमारा काम ही आंदोलन करना. अखिलेश यादव भाई ये बताओ 2 साल हो गए ये. हाँ ये भी तुम्हारे पास भी रिकॉर्डिंग होगी. रामपुर ഹഷ്മി, നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അഖിലേഷ് യാദവ് അദ്ദേഹം നിരത്ത് കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഒപ്പം തന്നെ ഡീൻ കുര്യാക്കോസ് MP കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹവും അഖിലേഷ് യാദവിനൊപ്പം ഇവിടെ നിരത്ത് കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധമാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുവെന്നാണ് ഇപ്പോൾ MPമാർ അടക്കം ആരോപിക്കുന്നത്. ഈ രാജ്യത്തെ പ്രതിപക്ഷ MPമാർ ഒറ്റക്കെട്ടായി ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട ശ്രീ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിൽ, എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതുപോലെ ഒരു സീരിയസ് ആയ ഒരു തെറ്റ് ഇലക്ഷൻ കമ്മീഷന് സംഭവിച്ചിട്ട്, വേലി തന്നെ വിളവ് തിന്നുന്നത് കണ്ടുപിടിച്ചിട്ട്, തെളിവ് സഹിതം പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചിട്ട് യാതൊരു മറുപടിയും മര്യാദയോടുകൂടി നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ ഇനി എങ്ങനെയാണ് ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത്? ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടല്ലോ, കാണുന്നുണ്ടോ? ന്യായയുക്തമായ ഒരു നടപടിയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ തെറ്റുകൾ മറച്ചു വെക്കാൻ ഭരണകൂടത്തിന് ഓശാന പാടിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ അതിന് ആ ഒരു ബാധ്യത അവർ ഏറ്റെടുക്കാതെ BJPയുടെ B ടീമായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ നടപടി സ്വീകാര്യമല്ല. ഇവിടെ തെറ്റു ചെയ്തത് അവർ ഏറ്റുപറയണം. ഇനിയും പ്രതിഷേധമായി മുന്നോട്ട് തീർച്ചയായിട്ടും എല്ലാ പ്രതിപക്ഷ എംപിമാരും, രാജ്യത്തെ പ്രതിപക്ഷം ഉണർന്നു കഴിഞ്ഞു. ഒറ്റക്കെട്ടായ രാജ്യമാസകലം ഈ സമരവുമായി മുന്നോട്ട് പോകും. തീർച്ചയായും ഹാഷ്മി അവർ സൂചിപ്പിച്ചതുപോലെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി തന്നെയാണ് വലിയ പ്രതിഷേധം ഡൽഹി രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാവുന്നു. അടുത്ത കാലത്ത് ഡൽഹി കാണാത്ത വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ്. അത് 300 MPമാർ എന്ന് പറയുന്നത് കേവലം 300 പേരല്ല, അത് രാജ്യത്തിന്റെ പകുതിയോളമെങ്കിലും. നേരത്തെ ശ്രീ ജോസ് കെ മാണി പറഞ്ഞതുപോലെ, ജോസ് കെ മാണി ആന്റോ ആന്റണി പറയുന്നത് പോലെ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതിനിധികളാണ് ആ 300 MPമാർ. ആ കോടിക്കണക്കിന് ആളുകളുടെ ശബ്ദമാണ് ഡൽഹിയുടെ തലസ്ഥാന നഗരിൽ ഉയർന്നു കേൾക്കുന്നത്. ഈ പറയുന്ന മട്ടിൽ ഏതെങ്കിലും നമ്മുടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നമ്മുടെ നാടിന് നട്ടല്ലാണ്. എത്ര രാഷ്ട്രീയ വാക്പോരാണെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ജനവിധിയെ ബഹുമാനിച്ച് തോൽക്കുന്നവർ ജയിക്കുന്നവരെ ഭരണകൂടത്തിലേക്ക് ആനയിക്കുന്ന മനോഹരമായ കാഴ്ച അത് രാജ്യത്തിന് മാത്രം. ഒരുപക്ഷെ അമേരിക്കയിൽ പോലും ഈ പറഞ്ഞ ക്യാപിറ്റൽ ഹില്ലൊക്കെ വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായി. അത് ഉണ്ടാവാത്ത രാജ്യമാണ്. അത് ആ ഈസിയിലുള്ള വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം നഷ്ടമാകുന്ന വണ്ണം, ആ ബഹുമാനം ഇല്ലാതാവുന്ന വണ്ണം, നിന്ദ്യമാകുന്ന വണ്ണമുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങൾക്ക് ഈസി കൃത്യമായ മറുപടിയാണ് നൽകേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ശകുൻ റായി, ഏതെങ്കിലും ആദിത്യ ചോപ്ര എന്നൊക്കെ പറഞ്ഞ് ചെറിപ്പിക്ക് ചെയ്ത് 1-2 നോട്ടീസ് കൊടുക്കുന്നതല്ല അതിൻ്റെ മറുപടി. രാജ്യത്തിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണ്. ഇങ്ങനെ 1,52,000 വ്യാജ വോട്ട് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ABCD EFG IJK LMN PQRS TUV എന്ന് പറഞ്ഞ അച്ഛന്മാരുടെ പേരില്ല, വീട്ടുപേര് വട്ടപ്പൂജ്യങ്ങളല്ല, ഒരു മുറിയിൽ 82 പേരില്ല, ഒരു മുറിയിൽ 300 പേരില്ല എന്ന് കൃത്യമായി രാജ്യത്തോട് പറയേണ്ടത് ഈസിയാണ്. അത് പ്രതിപക്ഷത്തോട് മാത്രം പറയേണ്ട ഉത്തരവാദിത്തമല്ല, രാജ്യത്തോട് പറയേണ്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷൻ നിറവേറ്റുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ പരാതി. ബൽറാം നെടുങ്ങാടുത്തിരുന്നു. ബൽറാം, 300-ലധികം MPമാർ രാജ്യ തലസ്ഥാനത്ത് ഒറ്റ ആവശ്യത്തിൽ, അത് ബീഹാർ ആവശ്യമുണ്ട്, രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഈ പറഞ്ഞ വോട്ടർ പട്ടിക ക്രമക്കേട്, മഹാരാഷ്ട്ര, ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ സംശയനിഴലാക്കുന്ന ആരോപണങ്ങളുണ്ട്. ആ പ്രതിഷേധം പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? എത്ര നേരം അവിടെ കുത്തിയിരിക്കാനാണ് പ്ലാൻ? आप चुनाव को ये भिजवा दो. देखो पुलिस कैसे वोट रोक रही है. आपका कैमरा कौन सा है? अच्छा वो वाला कैमरा लो, देखिए इसको.
30 लोगों को जाने की परमिशन है। अरे पहले यहाँ से जाएंगे तभी तो 30 जाएंगे, यहाँ से नहीं जाने दे रहे तो 30 कहाँ गिने? उसका इंतजाम किया है जाने के लिए। तो इंतजाम दिखाओ कहाँ है? 30 सांसदों का नाम मांगा जा रहा है। 30 सांसद कौन है? आप लोग नाम दे दीजिए। मुझे नहीं पता कौन है, लेकिन हम जाना चाहते हैं। अरे समाजवादी पार्टी करना चाहिए उस पर आप क्या कहना चाहेंगे कि वोट के जो बोल रहे हैं कि आप रिटर्न में लिख कर दीजिए अगर ये सारे मैं एफिडेविट दे चुका हूँ, आप केवल एक जिलाधिकारी को टर्मिनेट कर दीजिए बस। कल समाजवादी पार्टी जाएगी अकेले, समाजवादी पार्टी अकेले जाना चाहती है। नहीं हम क्यों लड़ाई कराओगे? तुम्हारा, अब मैं जानता हूँ तुम बीजेपी के चैनल हो, मैं तुम्हारे मालिक को जानता हूँ, मैं मालिक। झूठा सवाल मत पूछो। हो गया ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.